ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിതാ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി കേട്ടോ. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ തിരിച്ചു പോകുന്നതും നെടുമ്പാശ്ശേരി വഴിയാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊച്ചിക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിൽ നിന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ടാക്സിയിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്തത്. ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമുക്ക് ഫ്ലൈറ്റ്. രാത്രി പോവുകയാണെങ്കിൽ നമ്മളോർക്കും മക്കളോർക്കൊന്നും ശരിയാവില്ലല്ലോ. ആ ഒരു ടൈമിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിനി. പിന്നെ വണ്ടി കയറിയപ്പം തന്നെ മക്കൾ 3 ഉറങ്ങിയിട്ടോ. നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം തിരിച്ച് എല്ലാവരെയും വിട്ട് പോകുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. ഏതായാലും അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല മഴയേനിട്ടോ ആ ഒരു ടൈമിലൊക്കെ. അങ്ങനെതാ ഏകദേശം ഒരു 8:30 ആയപ്പോക്കിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. പിന്നെ രാത്രിയിലെ ഫുഡ് നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇട്ടത്. നമുക്ക് രാവിലെ 10:30 കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 7 മണിക്കെങ്കിലും എയർപോർട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ ടാക്സിയൊക്കെ ഹോട്ടലിൽ നിന്ന് ഓരെന്നെ റെഡിയാക്കി തന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ അടുത്താണ് എയർപോർട്ട്. ഒരു 10-15 മിനിറ്റ് പോകാനേ ഉള്ളൂ. ആ ഒരു ടൈമിലും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോയത്. ഇപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു എയർപോർട്ട് വഴി തിരിച്ചു പോകുന്നത്. ഇപ്പോഴും നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണല്ലോ തിരിച്ചു പോവലും വരലും ഒക്കെ. പിന്നെ നമ്മൾ എപ്പം പോവുകയാണെങ്കിലും എൻ്റെ ഉമ്മയും ഇക്കാൻ്റെ ഉമ്മയും ഒക്കെ നമ്മളെ കൂടെ തന്നെ വരും കേട്ടോ. എയർപോർട്ടിലെത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷമാണ് ഒരു പോവൽ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ജോയി ചെറുതായിട്ടൊന്ന് വീണ്, പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായിക്കണ് നമ്മൾ ഇങ്ങനെ പോവാണ് എന്നുള്ളതൊക്കെ മനസ്സിലായിക്കണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടിച്ചാടി അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ വിട്ട് എയർപോർട്ടിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതുപോലെ കുറേ ആനകളിങ്ങനെ വരിക്ക് നിർത്തിയ പോലെ വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിനൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ ഇങ്ങനെ വരിക്ക ആനകൾ നിൽക്കണ്, അതുപോലെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അത് കണ്ടപ്പോൾ ജോയിമോന് വിചാരിക്കുന്നത് അത് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവും. പേടിച്ചിട്ട് പിന്നെയും തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി അത് എന്താ പറയുക ഒറിജിനൽ അല്ല എന്ന്. അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേനല്ലോ. അപ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ. ഇവിടെ ദാ ക്ലബ് സുലൈമാനി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ബബിൾ ടീ ദിയമോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇതാ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നഗറ്റ്സും ചിക്കിങ്ങിലെ ബർഗറൊക്കെ വാങ്ങി എല്ലാവരും കഴിച്ച്. ചിക്കിങ്ങിലെ ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ. ഫ്രൈഡ് ചിക്കനൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിനി. പിന്നെ ഒന്ന് പാർസലും വാങ്ങിയിട്ടുണ്ട്. ജയമോക്ക് ചിലപ്പോൾ ഫ്ലൈറ്റിലെ ഫുഡൊന്നും ഇഷ്ടാവില്ല, അപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാ. അതിൻ്റെ ഇടയിൽ ജോയിമോന് അവിടുത്തെ ഷോപ്പിൽ നിന്ന് ഒരു വണ്ടി കണ്ടപ്പോൾ അത് കച്ചറ ഉണ്ടാക്കി അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും പിന്നെ എനിക്ക് നിർബന്ധമാണ് ഒരു വണ്ടി കയ്യിൽ പിടിക്കൽ. അപ്പോൾ ഇതാ നമ്മളെ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ജോയിമോൻക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിനി കേട്ടോ. പക്ഷേ കുഴപ്പമില്ലാതെ ആളങ്ങനെ നടക്കുന്നുണ്ട്. ഫ്ലൈറ്റ് കയറിയും പാടിതാ കളർ ചെയ്യണ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലും പിന്നെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ ആ ഒരു ടൈമിലും ചെവി നന്നായിട്ട് വേദനിക്കും കേട്ടോ. ചില ടൈമിൽ ഉണ്ടാവില്ല, ചില ടൈമിൽ ഭയങ്കര വേദനയാണ്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ചൂയിങ് വായിലിട്ട് അങ്ങനെ ചവയ്ക്കലാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അധികം ആ ഒരു വേദന ഒക്കെ കുറഞ്ഞിട്ടു.
കുറച്ച് കഴിഞ്ഞപ്പം ജോയിമോൻ ഉറങ്ങി. ആ ഒരു ടൈമിലാണ് കേട്ടോ ഫുഡ് വരുന്നത്. പിന്നെ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചുണർത്തിയിട്ടില്ല കേട്ടോ. ഉണർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കരച്ചിലാവും. അപ്പോൾ ഇതാ നമ്മളെ ഫുഡ് ചോറും ചിക്കൻ കറിയും അതിൻ്റെ കൂടെ സലാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയറും ക്യാരറ്റും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സലാഡ് ആയിനി കേട്ടോ. അതുപോലെ ഒരു ഡെസേർട്ടും ഉണ്ട്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അത് ജയമോക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ജയമോക്ക് വേണ്ടിയിട്ട് നേരത്തെ ചിക്കിങ്ങിൽ നിന്ന് ബർഗർ വാങ്ങിയിട്ടുണ്ടായിനല്ലോ, ഓള് അതാണ് കഴിച്ചത്, ചോറ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അധികം ആൾക്കാരും ഉറങ്ങുന്നേനി. അപ്പോക്കിന് ജോയിമോൻ വന്നിട്ടുണ്ട്. പിന്നെ ഓന് ആ വണ്ടിയിട്ട് അങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടോ. ആ ഒരു വണ്ടി വാങ്ങിയത് നന്നായിട്ടോ. കുറേ നേരം ഇങ്ങനെ ആ ഒരു വണ്ടി ഉരുട്ടി അങ്ങനെ കളിച്ചുകൊണ്ടുണ്ടായിനി. പിന്നെ ഓൻ്റെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങിയപ്പോക്കിന് നമ്മൾ ഖത്തറിൽ ലാൻഡ് ആയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ കുവൈത്തേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ വെയിറ്റ് ആക്കണം. അതിൻ്റെ ഇടയിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ പാട് ജോയിമോന് വീണ്. ഓനിന്ന് ഫുള്ള് വികലാണ് കേട്ടോ. വീണാലും അധികം എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ കാര്യമുള്ളൂ, ചെറിയ വികലിനൊന്നും ആൾ കാര്യമൊന്നുമില്ല. അപ്പോൾ ഓന് ആ ബാഗും പിടിച്ച് അങ്ങനെ നടന്നുകൊണ്ടുണ്ട്. ബാഗ് നമ്മൾ വാങ്ങിക്കാൻ നോക്കിയിട്ടൊന്നും കേൾക്കണേ ഇല്ല കേട്ടോ. പിന്നെ ഓനെന്നെ ഇട്ടോട്ടെ എന്ന് വിചാരിച്ച് അതിൽ പിന്നെ അധിക സാധനങ്ങളൊന്നുമില്ല, ഓൻ്റെ 1-2 ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഖത്തർ എയർപോർട്ടിൽ ആ ഒരു ഗാർഡൻ്റെ സൈഡ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ. ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗാർഡൻ്റെ ഏരിയ. ഇവിടെ വെള്ളം ഇതുപോലെ ചെറുതായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. എയർപോർട്ടിൽ ഈ ഒരു സ്ഥലം നല്ലതാട്ടോ. ഒരുപാട് ആൾക്കാർ കണക്ഷൻ ഫ്ലൈറ്റിന് വരുന്നവരും കുറേ ടൈം വെയിറ്റ് ആക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ജോയിമോനും ജയമോളും കൂടെ കളിക്കുന്ന സ്ഥലത്ത് കുറച്ച് നേരമൊക്കെ കളിച്ച് അപ്പോക്കിന് നമുക്ക് ഫ്ലൈറ്റ് കയറാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിനി. ഖത്തറിൽ നിന്ന് കുവൈത്തേക്കുള്ള ബോർഡിംഗ് പാസ്സൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബസ്സിലാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോണത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടാണ് കേട്ടോ. ഇവിടുത്തെ ചൂട് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എപ്പോഴെങ്കിലാണ് കേട്ടോ ഇതുപോലെ ബസ്സിലൊക്കെ കയറിയിട്ട് പിന്നെ ഫ്ലൈറ്റ് കയറാൻ പറ്റുക. അപ്പോൾ അതും ഒരു രസം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളെ കയ്യിൽ പെട്ടിയൊന്നും ഇല്ലെങ്കിൽ നല്ല സുഖത്തിൽ അങ്ങനെ കയറി പോവാം. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ജോയിമോൾക്ക് നന്നായിട്ട് പനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പം എൻ്റെ കയ്യിൽ മരുന്നൊന്നും ഇല്ലേനി കേട്ടോ. പിന്നെ വീട്ടിൽ പോയതിൻ്റെ ശേഷമാണ് എനിക്ക് മരുന്നൊക്കെ കൊടുത്തത്. ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഖത്തറിൽ നിന്ന് കുവൈത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ കുവൈത്തിലെത്തി. പിന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലഗേജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലായിടത്തും കൂടെ കുറച്ച് പെട്ടിയുണ്ടല്ലോ, അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഹാൻഡ് ബാഗ് എല്ലാവർക്കും 7 കിലോന് വെച്ചിട്ട് നമുക്ക് പിടിക്കേനി. പക്ഷെ നമ്മൾ 2 പെട്ടി മാത്രമേ നമ്മളെ കയ്യിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ലഗേജിൽ വിടാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് ഖത്തർ എയർപോർട്ടിൽ നിന്നൊക്കെ നമുക്ക് നടക്കാനൊക്കെ നല്ല സുഖേനി. അപ്പോൾ ഏതായാലും നമ്മളെ പെട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടാൻ വന്നത് നമ്മളെ ഫ്രണ്ടാണ്. ജോയിക്ക് പനിച്ചിട്ട് തീരെ ഉഷാറില്ല. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ടയേർഡായിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്